ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ? ഞമ്മക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പോൾ നോക്കാം നിങ്ങൾ, ഇത് ചീരയാണ് കേട്ടോ, സാദാ ചീരയാണ്. ഇതിനിവിടെ അരക്കീര എന്ന് പറയും. അപ്പോൾ അരക്കീര, ചെറുകീര, പെരിക്കീര അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് അരക്കീരയാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കണത് നിങ്ങൾക്കൊന്നാണ് കാട്ടിത്തരാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടോക്കി. നമ്മളിതപ്പോൾ ഇവിടെ നന്നാക്കിങ്ങാണ്ട് അതിൻ്റെ കേടും ഒക്കെ കളഞ്ഞിങ്ങാണ്ട് നന്നാക്കി അരിഞ്ഞവിടെ വെച്ചിക്കണ് വെള്ളത്തിലിട്ട്. അപ്പോൾ അത് വെക്കണ രീതിയാണ് ഞങ്ങൾ കാട്ടിത്തരുന്നത്. കുറച്ച് ഉള്ളിയും ഒരു 2 തക്കാളിയും. ഉള്ളി എന്ന് പറഞ്ഞാൽ വലിയുള്ളി, നമ്മളത് വലിയുള്ളി ചെറിയ ചെറിയ ഉള്ളികളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ ഉള്ളിയാണെങ്കിൽ നിങ്ങളൊരു 3 എടുത്തോളി. ഇതിപ്പോൾ നമ്മൾ 4-5 എടുത്തുക്കണ്. അപ്പോൾ അതങ്ങോട്ട് അരിഞ്ഞിങ്ങാണ്ടേ അതങ്ങോട്ട് അടുപ്പത്തെക്കണം. 2 തക്കാളിയാണ് കേട്ടോ, വലിയ 2 തക്കാളിയാണേ. അതിക്ക് കുറച്ച് പുളി, ഇത്രയും പച്ചമുളക് നമ്മൾ അതിക്ക് ഇടുന്നുണ്ട് കേട്ടോ. കാരണം എരിവ് നല്ലോണം വേണം. എരിവ് മുന്നിക്ക് നിന്നെങ്കിലുള്ളൂ ടേസ്റ്റ് ഉണ്ടാകുക. എരിവും പുളി നല്ലോണം നിൽക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ. കാണുമ്പോഴേ തിന്നാൻ കൂടുതൽ മസാലകളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഈ പച്ചമുളക് ഇങ്ങനെ കീറി ഇടുന്നതിനറിയോ, നമ്മളിത് കടയും ചെയ്യും. പക്ഷെ കടയുമ്പോൾ അതിൻ്റെ തോല് നല്ലോണം ഉടഞ്ഞ് മഞ്ഞ് കിട്ടൂല. ഇതിങ്ങനെ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാട്ടുന്നത് കേട്ടോ. അതിക്കതാ ഇത്രയും വെളുത്തുള്ളി അയക്കണ്ടിടുക. ഇത്രയും പുളി നമ്മൾ അയക്കണ പിഞ്ഞ് പാരുന്നുണ്ട് കേട്ടോ. ഇത് എന്നിട്ട് ഇങ്ങനെ നല്ലോണം തിളപ്പിച്ച് വേവിച്ചിട്ടേ എന്നിട്ട് പിന്നെ ആ ചീരി അയക്കണ്ടിടുക. തോന വെള്ളമൊന്നും വേണ്ടട്ടെ മക്കളെ. ഈ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വേകാൻ വേണ്ടിയുള്ള വെള്ളമുള്ളൂ വെക്കണത്. അപ്പം ഇനി അത് അവിടെ കടന്ന് വേവട്ടെ. ഇനി വെന്തീൻ്റെ ശേഷം നമ്മളതിക്ക് ആ ചീര ഇട്ട് കൊടുക്കട്ടെ. ചീര അത് അവിടെ കേക്കിങ്ങാണ്ടേ വെള്ളത്തിലിട്ട് വെച്ചിനും, കാരണം മണ്ണൊക്കെ ഇളകി കിട്ടണ്ടേ. ഇതായിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇത് വെള്ളം പോലെ ഒന്നും അല്ല കേട്ടോ, നല്ലോണം നല്ല കട്ടിക്ക് തന്നെയാണ്. ഈ ചീര നമ്മൾ അതിൽ കണ്ടിട്ട് കൊടുക്കട്ടെ. കേക്ക് വെള്ളം പാർന്നിക്കണം. അപ്പോൾ നോക്കാൻ നിങ്ങൾ നല്ലോണം വെന്തിക്കണം കേട്ടോ. നീ അതും അതിൽ കണ്ടിട്ട് കൊടുത്തു. എന്നിട്ട് അതും ഒന്നാണ് കടന്ന് വേകട്ടെ നല്ലോണം. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് മക്കളെ. നിങ്ങൾ കാണുമ്പോൾ ആ ലൈക്ക് ഒന്നാണ് തൊട്ടുള്ളോണ്ടി. പിന്നെ നിങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ട് കേട്ടോ. സ്കിപ്പ് ചെയ്താൽ നമുക്കൊരു ഉപകാരമില്ല. അതുകൊണ്ടേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ട്. അപ്പോൾ ഇത് നല്ലോണം നണ്ട് വേകട്ടെ. ചീരയാണ് വേഗം വേകും, തോനെ നേരം വേകാനൊന്നുമില്ല. എന്നിട്ട് പിന്നെ നമ്മളൊന്നിട്ട് കടയും ചെയ്യും. ഇപ്പോൾ ഇവിടെ വെന്തു. ഇനി ഇത് മൺചട്ടിക്ക് ഇട്ടുങ്ങാണ്ട് മന്ദം കോല് വെച്ചിങ്ങാണ്ട് നല്ലോണം കടയണം. നോക്കാൻ നിങ്ങൾ ഒക്കെ നല്ലോണം വെന്തിക്കണം. ഇനി ആ വെള്ളം അങ്ങോട്ട് ഊറ്റിയെടുക്കണം കേട്ടോ. വെള്ളത്തോടുക്കനെ കടഞ്ഞാൽ തെറിച്ചുള്ളൂ മേത്തേക്ക്. അപ്പോൾ കടയാൻ കഴിയൂല. അപ്പോൾ ആ വെള്ളം അങ്ങോട്ട് എടുത്തു മാറ്റിങ്ങാണ്ടേ നല്ലോണം ഒന്നൊരു കടയണം. അപ്പോൾ ഇനി താഴ്ച്ചാനുള്ളതാണ് ഇത് കേട്ടോ. നമ്മൾ വടകെട്ടുങ്ങാണ്ടാണ് താഴ്ച്ചണത്. അപ്പോൾ അതിക്ക് വേണ്ടിയ എരിവ് കുറവാണ്. നമ്മൾ ഇട്ട മുളക് എരിവ് കുറവാണ്, പച്ചമുളക്. അപ്പോൾ ഇനി ഇത്രയും ഉണക്കൽ മുളകും കൂടി അയക്കാണ്ട് ഇട്ടുങ്ങാണ്ടേ ആ വടകം ഇട്ടുങ്ങാണ്ട് ഒന്നിട്ട് താഴ്ച്ചിങ്ങാണ്ട് പിന്നെ ആ കടയണ ചട്ടിക്ക് തന്നെ ഒഴിച്ചിങ്ങാണ്ട് ഒന്നും കൂടിയാണ് കടയുക. നിങ്ങളെത്തൊന്നും ഇപ്പോൾ ചട്ടിയും മന്ദം കോലൊന്നും ഉണ്ടാവില്ല. നിങ്ങളെന്ത് കാട്ടിക്കോളി, ഒന്നും ഇങ്ങോട്ട് ആറിയതിൻ്റെ ശേഷം മിക്സിയിലിട്ടുങ്ങാണ്ട് ഒന്ന് അടിച്ചോളോണ്ടി. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിക്കേ നല്ലെണ്ണ വെളിച്ചെണ്ണയൊക്കെ കൂട്ടിങ്ങാണ്ട് കുഴച്ച് തിന്നുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ തിന്നാൻ. ആദ്യമൊന്നും ഇഷ്ടമുണ്ടായില്ല കേട്ടോ, കാരണം ചീര കടയല്ലേ, കടഞ്ഞങ്ങാണ്ട് ഒന്നും അല്ലാതെ ശാന്താക്കണല്ലേ. അപ്പം നമുക്ക് വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ്. തിന്ന് ശീലമായപ്പോൾ. അപ്പോൾ ഇനി അതും ഒന്നാണ് കടഞ്ഞെടുക്കണം.
അപ്പോൾ നോക്കാണി നല്ലോണം ഒന്ന് കടഞ്ഞെടുക്കുക. ആ തോലൊന്നും കാണാനേ ഇതില്ലാതെ നല്ലോണം കടഞ്ഞപ്പോൾ നോക്കാണി നല്ലോണം കടഞ്ഞിരിക്കണം കേട്ടോ. ഇതിപ്പോൾ ഇനി നല്ല ടൈറ്റാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നല്ല ടൈറ്റ് ആകുമ്പോൾ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം നമ്മൾ ചോറ് ഊറ്റുമ്പോൾ ആ കഞ്ഞിൻ്റെ വെള്ളത്തിൽ നിന്ന് കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം കൂട്ടിങ്ങാണ്ട് ഒന്നര ലൂസാക്കി കൊടുക്കുക. ഇതാ കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മാത്രമേ ഉള്ളൂ, വേറെ കറിയൊന്നുമില്ല ഇതിൻ്റെ ഒപ്പം കേട്ടോ. ഒന്നും ഇതിൻ്റെ ടേസ്റ്റ് കിട്ടൂല വേറെയുള്ള കറിയൊന്നും കൂട്ടിയാൽ. അപ്പോൾ ഇത് മാത്രമാണ്. ഇപ്പോൾ നോക്കാണി ഇപ്പോൾ വെള്ളം പാകമായി. പച്ചവെള്ളം ഒഴിച്ചത് കേട്ടോ മക്കളെ, കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചോളൂണ്ടി. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.